ഗൈസ്, നമ്മളിന്ന് സ്പെഷ്യൽ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുഴിമന്തി. കുഴിയില്ല, പക്ഷെ ചിക്കൻ മന്തി എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അതും നമുക്ക് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ആദ്യം നമുക്കിതിന് വേണ്ട അരി എടുക്കാം. നമ്മൾ സെല്ല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി നമുക്ക് ചെമ്പിലോട്ട് വെക്കാം. നമ്മൾ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ചിക്കന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് പറയാം. കറുകപ്പട്ട, ഏലക്കായ, കരയാമ്പു, നല്ല ജീരകം, കുരുമുളക്, ക്യാപ്സിക്കം, മല്ലി, മല്ലിയില, ചിക്കൻ ക്യൂബ്, മന്തി മസാല, കുരുമുളക് പൊടി, നല്ല ജീരകം പൊടി. ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് മസാലയാക്കി കട്ട് ചെയ്ത് ചിക്കൻ്റെ കൂടെ യോജിപ്പിച്ച് 1 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. തലേ ദിവസം രാത്രി വെക്കാൻ പറ്റുകയാണെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് എടുത്ത അടിപൊളിയായിരിക്കും. അത് പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം എടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് മന്തി റെഡിയാക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ സെറ്റ് ചെയ്യാം. എന്നിട്ട് അത് അടുപ്പത്ത് വെക്കുക, ഓണാക്കുക. അരി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇടണം. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏലക്കായ കുറച്ചിടണം, പിന്നെ മല്ലി കുറച്ചിടാം, കരയാമ്പ് വേണം, കറുകപ്പട്ട വേണം, പിന്നെ ഉണങ്ങിയ നാരങ്ങ. നമ്മൾ ഉണക്ക നാരങ്ങ എന്നൊക്കെ പറയുമല്ലോ, കറുത്ത കളറായിട്ടുണ്ടാവും. ആ നാരങ്ങയും ഇടണം. ഇടയ്ക്കൊന്ന് നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതേപോലെ അരിയും വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അരി വെന്ത് വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വിറകടുപ്പില്ലാത്തവർ ഈ പണിക്ക് നിൽക്കണ്ട കേട്ടോ, ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് മയണൈസ് ഉണ്ടാക്കണ്ടായിരുന്നു. മയണൈസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. അത് എന്തായാലും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മയണൈസ് ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ മുട്ട എടുക്കാം. മിക്കവരും പച്ചമുട്ട ഉടച്ചു വെച്ചിട്ടാണ് മിക്സിയിൽ അടിച്ചിട്ട് മയണൈസിലേക്ക് ഉപയോഗിക്കാറ്. ഒന്നുകൂടി നല്ലത് പുഴുങ്ങിയിട്ട് എടുക്കുകയായിരിക്കും. അത് അവരാരിഷ്ടം. നിങ്ങൾക്ക് പച്ചമുട്ട എടുക്കണമെങ്കിൽ എടുക്കാം, പുഴുങ്ങിയത് എടുക്കണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ എന്തായാലും ഇവിടെ പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത്. ഇടയ്ക്കൊന്ന് ചിക്കൻ വെന്തോന്ന് വീണ്ടും നോക്കാം. അതുപോലെ അരി വെന്തോന്നും നോക്കാം. അരി ഏതാണ്ടൊക്കെ വെന്തിട്ടുണ്ട്, ചിക്കനും ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിക്കനൊന്ന് ഇളക്കിയിട്ട് അതിൽ നിന്ന് ആ ഓയിലൊന്ന് എടുക്കണം. ഓയിൽ പുറത്തേക്ക് എടുത്ത് നമുക്കതൊരു വേറെ പാത്രത്തേക്ക് മാറ്റാം. ചിക്കനെ ഡ്രൈ ആക്കി നിർത്താം. ഓയിൽ മാത്രമാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് വെന്ത ചോറിനെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ആ ചോറിനെ ഈ ചിക്കൻ്റെ മേലേക്ക് ഇടാം. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് മാറ്റി വെച്ച ഓയിൽ ആ ചോറിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ചോറിടാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കുക. ആ കലക്കിയ മഞ്ഞൾ ആ ചോറിൻ്റെ മേലെ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ ബാക്കി ഉണ്ടെങ്കിൽ ആ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഓയിൽ ഇട്ടാ, ചിക്കൻ വെന്ത ഓയിൽ. എന്നിട്ട് പിന്നെ കുറച്ച് പച്ചമുളക് എടുക്കുക, അതിലേക്ക് ഇങ്ങനെ ചോറിലേക്ക് കുത്തി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അടുപ്പത്ത് ഉണ്ടായിരുന്ന കനലിൽ നിന്ന് കുറച്ച് കനലെടുക്കുക. ഒരു ചെറിയ പാത്രത്തിൽ കനൽ വെച്ചിട്ട് ആ ചോറിൽ വെക്കുക, ചോറിൻ്റെ മേൽഭാഗത്ത്. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് നേരെ മൂടി വെക്കുക. ആ പുക അതിൽ നിൽക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് ആ പുഴുങ്ങിയ മുട്ട എടുത്ത് തൊണ്ട് കളയാം. എന്നിട്ട് അത് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ ഉണ്ണി നമുക്ക് വേണ്ട, മഞ്ഞ വേണ്ട, വെള്ളം മാത്രം എടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിന് എടുക്കാം. പിന്നെ കുറച്ച് സുറുക്കൊഴിക്കാം, വിനെഗർ സുറുക്കൊഴിക്കാം. കുറച്ച് ഉപ്പിടാം. ഉപ്പ് എത്രത്തോളം വേണോ അത്രത്തോളം ഇടാം, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്. എന്നിട്ട് ഇതൊന്ന് അടിക്കാം. അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തുടരാം. 2-3 പ്രാവശ്യം ആകുമ്പോഴത്തേനും ഇതുപോലെ ആവും. ഒരു ക്രീം പരിവായി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഓയിലോ വെള്ളമോ ചേർത്ത് വീണ്ടും അടിക്കാം.
അപ്പോൾ ഏതാണ്ട് നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. തുറക്കുമ്പോൾ മണമൊക്കെ വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൈസിനെ വേറൊരു പാത്രത്തേക്ക് മാറ്റണം. റൈസ് മാത്രം എടുത്തൊരു പാത്രത്തേക്ക് മാറ്റാം. എന്നിട്ട് ചിക്കൻ എടുത്തിട്ട് വേറെ പാത്രത്തേക്ക് മാറ്റാം. ആ ചിക്കൻ്റെ മസാല നിൽക്കുന്ന ചോറിനെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ചോറും കൂടി അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് ചോറ് ഇടാൻ മിക്സ് ചെയ്യുക, വീണ്ടും കുറച്ച് ചോറ് ഇടാൻ മിക്സ് ചെയ്യാം. അങ്ങനെ മസാല മൊത്തം ചോറിലേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഏറ്റവും മേലെ ചിക്കൻ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മന്തി ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മന്തി റെഡി, മയോണൈസും റെഡി. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഒരു ചിക്കൻ പീസും കുറച്ച് റൈസും കുറച്ച് മയോണൈസും ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് കുഴച്ചിട്ട് ഒരു പിടി പിടിച്ചാൽ എങ്ങനെയുണ്ട് മോനെ? സംഭവം അടിപൊളിയാട്ടാം. കൊള്ളാം, സൂപ്പർ. ഗൈസ്, നമ്മളെ മന്തി അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. വിചാരിച്ചതിനായിട്ടും ടേസ്റ്റ് ഉണ്ട്. അതിലേക്ക് പിന്നെ മറ്റേ തക്കാളി ചമ്മന്തിയും പിന്നെ പോലെ സലാഡ് സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്തില്ല, അതിനുള്ള ടൈം കിട്ടിയില്ല. എന്നാലും ഉള്ള സംഭവം വെച്ചിട്ട് അടിപൊളിയായിരുന്നു. മയണൈസും അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി വെച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ കൂടി അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.